നമസ്കാരം. തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ധാരാളം ആപ്ലിക്കേഷനുകളെല്ലാം ലഭ്യമാണ്. അത് പിക്സൽ ലാബ്, പിക്സാർട്ട്, കാൻവ, തമ്പനെയിൽ മേക്കർ, അതുപോലെ തന്നെ മലയാളം എഡിറ്റർ എന്നീ ആപ്ലിക്കേഷനുകളെല്ലാം നമുക്ക് ലഭ്യമാണ്. അപ്പോൾ പിക്സൽ ലാബിലും പിക്സാർട്ടിലും നമുക്ക് മലയാളം ഫോണ്ടുകളൊന്നും ലഭ്യമല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. മലയാളം എഴുതിയതിനു ശേഷം നമുക്ക് അതിനകത്ത് ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് വരുത്താനായിട്ട് കഴിയുന്നത്. കാരണം അതിനകത്ത് ഫോണ്ടുകൾ മലയാളത്തിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. ഇനി മലയാളം എഡിറ്റർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഇതിനകത്ത് നല്ല മലയാളം ഫോണ്ടുകളെല്ലാം ലഭ്യമാണ്. എന്നാൽ അതിനകത്ത് അക്ഷരം വലുതാക്കുമ്പോൾ അത് മുറിഞ്ഞു പോവുകയോ 2 സ്റ്റെപ്പായി പോവുകയോ എല്ലാം ചെയ്യുന്നതായിട്ടെല്ലാം നമ്മൾ കാണാറുണ്ട്. എന്നാൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്ക് ഫോട്ടോഷോപ്പ്, അഡോബ് പ്രീമിയർ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നല്ല അടിപൊളി തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും. എന്നാൽ ഫോൺ ഉപയോഗിക്കുന്നവർക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന 2 ആപ്ലിക്കേഷനുകളാണ് പിക്സൽ ലാബും പിക്സാർട്ടും. ഈ 2 ആപ്ലിക്കേഷനുകൾക്ക് നമുക്ക് പോരായ്മകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് നമുക്ക് കസ്റ്റം ഫോണ്ടുകൾ, അതായത് വളരെ മനോഹരമായിട്ടുള്ള കസ്റ്റം ഫോണ്ടുകൾ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോൺ ബാസ്റ്റിൻ. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടെങ്കിൽ മാത്രമേ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഗൂഗിളിൽ നിന്നും കുറച്ച് മലയാളം ഫോണ്ടുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൻ്റെ അഡ്രസ് ബാറിൽ മലയാളം ഫോണ്ട് പാക്ക് എന്നൊന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു വെബ്സൈറ്റ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. അതിൻ്റെ താഴെ മലയാളം ഫോണ്ട് .com എന്ന് പറയുന്നൊരു ഓപ്ഷൻ, ഒരു വെബ്സൈറ്റ് ഇവിടെ കാണാം, ഒരു ലിങ്ക് ഇവിടെ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ഫോണ്ടുകളുടെ സാമ്പിളുകൾ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതിൻ്റെ താഴെയുള്ള വേറെ പലതും ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്കിവിടെ ഇതിനകത്തുനിന്ന് ഇപ്പോൾ ഏതൊരു ഫോണ്ട് നമുക്ക് എടുക്കാം. നമുക്കിവിടെ ഡൗൺലോഡ് ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കുറച്ച് മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഒരു കോഡ് കാണാം. ആ കോഡ് ഇതിൻ്റെ തൊട്ട് താഴെയുള്ള കോളത്തിലൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് സബ്മിറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ അതൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ 45412 ഇത് നമ്മുടെ ഗൂഗിളൊക്കെ ചെയ്യാൻ നേരത്ത് ക്യാപ്ചർ കോഡ് പോലെ തന്നെയാണ്. സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ അത് ഡൗൺലോഡ് ആയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചിലപ്പോൾ ഓപ്പൺ ആകണമെന്നില്ല. അതിനായിട്ട് നമുക്ക് ഇനി നേരെ പോയി നോക്കേണ്ടത്, നമുക്ക് ഇവിടെ ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ്സിൽ നോക്കുക. അപ്പോൾ ഇവിടെ അത് ഡൗൺലോഡായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഫയൽ മാനേജർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം, അവിടെ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതൊരു സിപ്പ് ഫയൽ എന്ന് പറയുന്ന രീതിയിലാണ് വരുന്നത്. ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക. ഫയൽ മാനേജർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഇൻറ്റേർണൽ സ്റ്റോറേജിൽ ഇവിടെ സിപ്പ് ഫയൽ എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇങ്ങനെ വന്നിട്ടില്ലെങ്കിൽ ചെയ്യാനുള്ള കാര്യം നമുക്ക് നോക്കാം. അതായത് ഡൗൺലോഡ്സിൽ തന്നെ പോവുക. ഡൗൺലോഡ്സിൽ പോയിട്ട് ഇത് ഇവിടെ നിന്ന് 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തതിന് ശേഷം നമുക്കിവിടെ കോപ്പി ടു എന്ന് പറഞ്ഞിട്ട് ഫയൽ മാനേജറിലേക്ക് വന്നിട്ട് ഇൻറ്റേർണൽ സ്റ്റോറേജിലേക്ക് നമുക്ക് കൊടുക്കണം. അതിനായിട്ട് നമുക്കിവിടെ പിക്സൽ ലാബിൻ്റെ ഫോൾഡർ ഇവിടെ ഉണ്ടാവും. നമ്മൾ പിക്സൽ ലാബിലേക്കാണ് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പിക്സൽ ലാബിൻ്റെ ഫോൾഡർ നമുക്ക് ഇവിടെ നിന്ന് തപ്പിയെടുക്കണം. ഇതേ പിക്സൽ ലാബിൻ്റെ ഫോൾഡർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഞാനത് എടുത്തതിന് ശേഷം ഇവിടെ പേസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്താലും മതിയാവുന്നതാണ്, അല്ലെങ്കിൽ മൂവ് ചെയ്താലും മതി. അതിനുശേഷം നമുക്കിവിടെ നേരെ ഇനി നമ്മുടെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്ക് ആ ഫയൽ വന്നിരിക്കുന്നത് എവിടെയാണെന്ന് നമുക്കത് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചതിന് ശേഷം നമുക്കിവിടെ ചില ഫോണുകളിൽ നമുക്കിവിടെ കാണാം, നമുക്ക് അൺസിപ്പ് എന്ന് പറഞ്ഞിട്ട് കാണാം ചിലപ്പോൾ, അല്ലെങ്കിൽ എക്സ്ട്രാക്ട് എന്നും പറഞ്ഞിട്ട് കാണാം. എക്സ്ട്രാക്ട് ഫയൽസ് ടു എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കാണുന്നത്. അതായിട്ട് ഞാനിവിടെ എക്സ്ട്രാക്ട് ഫയൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. നമുക്ക് എക്സ്ട്രാക്ട് ഫയൽസ് ടു എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ വീണ്ടും നമുക്കൊരു എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞിട്ട് ഇടത്തെ വശത്ത് വേറൊരു ഓപ്ഷൻ ഇവിടെ വന്നിരിക്കുന്നതായിട്ട് കാണാം. ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഫയൽ എക്സ്ട്രാക്ട് ആയിട്ട് വന്ന് ഫിനിഷിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ കാണിക്കും. അപ്പോൾ അത് എക്സ്ട്രാക്റ്റ് ആകുന്നതായിരിക്കും. അതോടുകൂടി ഈ ക്രോമിലെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത കാര്യം നമുക്ക് പിക്സൽ ലാബിൽ വന്നതിന് ശേഷം ചെയ്യാനുള്ളതാണ്. പിക്സൽ ലാബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും കാണിക്കുന്നത്. അതിനുശേഷം നമുക്ക് സാധാരണ രീതിയിൽ ടെക്സ്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ കാണാം. നമുക്കിവിടെ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഫോണ്ടിൻ്റെ ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യണം.
ഫോണ്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് മൈ ഫോൺസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ പുതിയതായിട്ട് വന്നിരിക്കുന്നതായിട്ട് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ സെർച്ച് എന്ന് കാണുന്ന റൈറ്റ് സൈഡിൽ 2 പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ കുറച്ച് ഫോൾഡർ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നതിനകത്ത് ഫോൺസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. മലയാളം FML ഫോൺസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാം നമുക്ക്. അപ്പോൾ അതിനകത്തുനിന്ന് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കുറേ വരും. നമുക്ക് ഞാനിവിടെ നേരത്തെ പലപ്പോഴായിട്ട് ആഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് ഏതാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്ത് ഇവിടെ ആഡ് ടു ഡയറക്ടറി എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഈ ഫോണ്ടുകളെല്ലാം നമ്മുടെ പിക്സൽ ലാബിലേക്ക് ആഡ് ആവും. അപ്പോൾ നമുക്ക് മൈ ഫോൺസിൽ നമുക്കത് ഇവിടെ ഞാൻ നേരത്തെ ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഇതെല്ലാം നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. കുറേ അധികം ഞാനിവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ സാവകാശം ആഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. കുറേ അധികം ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അതിനുശേഷം നമുക്ക് ഈ ഓക്കെ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഇനി അടുത്തായി ചെയ്യാനുള്ള നമുക്കിവിടെ ഇനി ഇതിലേക്ക് വരണമെങ്കിൽ ആണ് അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു. ഇനിയാണ് ശ്രദ്ധിക്കാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു കോഡ് FML എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കണം. ഡൗൺലോഡ് ചെയ്തെടുത്ത് ആവശ്യമായിട്ടുള്ള പെർമിഷൻ എല്ലാം കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും കാണിക്കുന്നത്. ഇനി ഇവിടെയാണ് ഇതിൻ്റെ പണിയെന്ന് പറയുന്നത്. അതായത് ഞാനിവിടെ മലയാളം ഒന്ന് ടൈപ്പ് ചെയ്യുകയാണ്. മലയാളം ഒന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ താഴെ ഗെറ്റ് FML എന്നുള്ള ഓപ്ഷൻ കാണാം. അപ്പോൾ ചെറിയൊരു പരസ്യം പോലെ ഇവിടെ വരും. അത് ക്യാൻസൽ ചെയ്തതിന് ശേഷം വീണ്ടും ഗെറ്റ് FML എന്നുള്ള ഓപ്ഷനിൽ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ താഴെ FML കോപ്പി ഇടുന്നുണ്ട് കാണാം. എന്നിട്ട് അതിനുശേഷം നമുക്കിവിടെ ഇതിൽ നിന്ന് നേരെ പുറത്തേക്ക് പോരുക. പുറത്തേക്ക് പോകുന്നതിന് ശേഷം വീണ്ടും പിക്സൽ ലാബ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ ടെക്സ്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ ഒന്ന് മാറ്റാം. ഞാൻ ഒരു ബ്രൗൺ ബാക്ക്ഗ്രൗണ്ട് എടുത്തതിന് ശേഷം അതിൻ്റെ സൈസും കൂടി ഒന്ന് കറക്റ്റ് ചെയ്യാം. നമുക്ക് ചെയ്യുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് ചെയ്യണമല്ലേ. സൈസും കൂടി കറക്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ യൂട്യൂബ് തമ്പനെയിലിൻ്റെ സൈസ് തന്നെ എടുക്കുന്നു. അതിനുശേഷം ഈ ന്യൂ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ കാണാൻ ഡബിൾ ടാപ്പ് ചെയ്യുക. ഡബിൾ ടാപ്പ് ചെയ്തതിന് ശേഷം ഇത് ന്യൂ ടെക്സ്റ്റ് ക്യാൻസൽ ചെയ്തതിന് ശേഷം ഇവിടെ ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ FML ടൈപ്പ് ചെയ്ത കോഡ് ഒരു കോഡായിട്ട് ഇവിടെ വരും. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ ഇനി ഫോണ്ടിലേക്കാണ് വരേണ്ടത്. ഫോണ്ടിലേക്ക് വന്നതിന് ശേഷം ഇവിടെ AB എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ മൈ ഫോണ്ടിൽ ക്ലിക്ക് ചെയ്യുക. മൈ ഫോണ്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെ ആഡ് ചെയ്ത എല്ലാം ഇവിടെ വരുന്നതായിട്ട് നമുക്ക് കാണാം. സകലതും ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഓക്കെ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. മലയാളം ഫോണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് വരാം. നമുക്കിവിടെ ഒന്നുകൂടി നോക്കാം. മൈ ഫോണ്ടിൽ നിന്ന് നമുക്കിവിടെ വളരെ രസകരമായിട്ടുള്ള മലയാളം ഫോണ്ടുകൾ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അതിനകത്ത് കളറും കൂടി നമുക്ക് ആവശ്യമുള്ള കളർ മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് ഉള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഫോണ്ട് ചെയ്യുന്നത് മാത്രമാണ് ഇവിടെ കാണിച്ചത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഉള്ളത്. ഇത് വളരെ സിമ്പിളാണ്. പക്ഷേ നമുക്ക് കേൾക്കുമ്പോൾ വളരെ കഠിനമായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുവിധം യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. കാരണം ഈ കസ്റ്റം ഫോണ്ടുകൾ നിങ്ങൾ പിക്സൽ ലാബിലോ പിക്സാർട്ടിലോ ഇതിനു മുൻപേ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഈ അറിവ് നിങ്ങൾക്ക് പുതിയതാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് നൽകുകയും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ആ ബെല്ലൈക്കൺ ഓൺ ചെയ്യുമ്പോൾ ഓളൊന്നുകൂടി പ്രസ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഇതുപോലൊരു വിഷയമായി വീണ്ടും കാണാം. സ്നേഹപൂർവ്വം, ജോൺ ബാസ്റ്റിൻ.